തട്ടത്തിൽ പൂവിട്ട് ശകുനം നോക്കാൻ വരാന്ന് പറഞ്ഞ ആ അടുക്കളക്കാരിയെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഇന്ന് അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ലേ? നീ കിടന്ന് കയറ് പൊട്ടിക്കണ്ട, അവള് വന്നോളും. ഞങ്ങളും വെയിറ്റിംഗാ. ഓ, ആ ഇരിക്ക്. ശബരി, ഇവിടെ ഒരു ചെറിയ ചടങ്ങുണ്ട്. അറിഞ്ഞു ആന്റി, വിഗ്രഹത്തിന് ചുറ്റും പൂവിട്ട് നോക്കലല്ലേ? ആനന്ദ് പറഞ്ഞു. അതെ അതെ, ഏതായാലും നീ കൂട്ടുകാരനെ കല്യാണം കഴിപ്പിച്ച ശേഷമേ ഇനി UK മടങ്ങുമെന്ന് മനസ്സിലായി. താങ്ക്സ്. അതെ അങ്കിൾ, ഇവനെ ഒരു കരക്കടുപ്പിച്ചിട്ട് ഇനി പരിപാടിയുള്ളൂ. ഒറ്റയ്ക്ക് കുറെ കാലമായിട്ട് സുഖിച്ച് നടക്കല്ലേ, ഇനി കല്യാണം കഴിച്ച് കുറച്ച് കഷ്ടപ്പെടട്ടെ. എല്ലാം വേണ്ടേ മനുഷ്യനാകുമ്പോ? ഡാടാ, നീ കൂടുതൽ കോമഡി ഒന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞു മാത്രം ജീവിതം സെറ്റിൽ ചെയ്യുന്നവരും ഈ ലോകത്തുണ്ട്. ഇതാണ് മെന്റാലിറ്റി എങ്കിൽ ഇന്ന് നീ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ നീ ഇവിടേക്ക് തിരിച്ചു വന്നേക്കരുത്. അയ്യോ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തേ. എന്റെ കമ്പനിയുടെ ഒരു പ്രോജക്ട് ബാംഗ്ലൂർ നടക്കുക. അത് പൂർത്തിയാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ടാ. ഓ, അപ്പൊ അതാണ് കാര്യല്ലേ? ഏതായാലും നന്നായി. ഇനിയിപ്പോ കൂട്ടത്തില് നിനക്കും കൂടി ഒരു പെണ്ണ് നോക്കിക്കളയാം. എന്തു പറയുന്നു? അയ്യോ വേണ്ടേ, ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലേ? നമ്മളെ വിട്ടുകളഞ്ഞേക്ക്. ചേച്ചി, ദേ കല്യാണി വന്നു. ആഹാ, വാ കേറുവാ. പൂവിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങിക്കൂ. ശരി മാഡം. അനിയൻകുട്ട, അല്ലെങ്കിലേ ഈ കാലത്ത് ഈ പൂവിടലൊക്കെ ആൾക്കാർ വിശ്വസിക്കൂ? അല്ല, മനുഷ്യൻ ചൊവ്വയില് ഫ്ലാറ്റ് പണിയുന്ന കാലമാണേ. കൊള്ളാം ശബരി, വിശ്വാസങ്ങൾ എന്നും വിശ്വാസങ്ങളാണ്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോഴും ശാസ്ത്രജ്ഞന്മാർ വരെ തേങ്ങ ഉടച്ച് ഗണപതി പൂജ നടത്തുന്നത് നീ കാണാറില്ലേ? അതുപോലെ ഇതിനെയും കണ്ടാ മതി. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട, അത്ര തന്നെ. കല്യാണി, ഇങ്ങോട്ട് വാ. മാഡം, നീ എന്താ കയ്യിൽ ഊതുന്നേ? എന്തു പറ്റി നിന്റെ കയ്യില്? അത് ഒന്നുമില്ല മാഡം.
അങ്ങനല്ലല്ലോ. നീ തട്ടവും കൊണ്ട് അനിയനെയും കൂട്ടി വന്നപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നി. നിന്റെ കൈയൊന്ന് കാണിച്ച് നോക്കട്ടെ. കൈ കാണിക്കുക കല്യാണി. അയ്യോ എന്റെ ദൈവമേ, എന്താ ഇത്? കൈ എങ്ങനെ ഇത്ര പൊള്ളിയത്? എന്താടി നീ മിണ്ടാത്തത്? നിന്റെ കൈ എങ്ങനെ ഇത്രയും പൊള്ളിയത്? ഇനി പുതിയ വല്ല വ്രതവും എടുത്തോ നീ? അതോ ഇന്ന് ഈ പൂവിട്ട് നോക്കൽ നടക്കാതിരിക്കാനുള്ള പുതിയ വല്ല തന്ത്രമാണോ? അല്ല, ഒന്നും കാണാതെ നീ ഒന്നും ചെയ്ത് ശീലമില്ലല്ലോ. വിലാസിനി, മതി. കല്യാണി, നീ പറ, കൈ എങ്ങനെയാ പൊള്ളിയത് മോളെ? അത് മാഡം, ഞാൻ മാഡത്തിന്റെ കൈ തടഞ്ഞു പിടിച്ചില്ലേ, എന്നിട്ടും കൊടും പാപിയായി എന്നോട് മാഡം ക്ഷമിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ കുറ്റബോധം നീറിപ്പോകുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് ശിക്ഷ വിധിച്ചതാ. നീ എന്തൊക്കെയാ കല്യാണി പറയുന്നത്? സ്വയം ശിക്ഷ വിധിക്കാന്നൊക്കെ പറഞ്ഞാ? ചേച്ചി, കൈ ദോശക്കല്ല് വെച്ച് പൊള്ളിച്ചതാ മാഡം, ഇന്നലെ രാത്രി. മൈ ഗോഡ്, എന്ത് കഷ്ടം ഈ കുട്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന. കല്യാണി, നീ ഇന്നലെ കാണിച്ച തെറ്റിന് ദാസ് ഇന്ന് രാവിലെ അഖിലയോട് മാപ്പ് ചോദിച്ചിട്ടാ പോയത്. അഖില ഇന്നലെ നിന്നോട് ക്ഷമിച്ചതല്ലേ, പിന്നെയും നീ എന്തിനെങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്? കൊള്ളാം, തന്തയും മോളും കൂടെ അഭിനയിച്ച് ഫലിപ്പിക്കുക ഓരോ കാര്യവും. ഇവിടെ അത് കണ്ട് കണ്ണീരൊഴുക്കാൻ കുറെ ആൾക്കാര്. കഷ്ടം തന്നെ. ആ അതെ, അതൊക്കെ അവിടെ നിക്കട്ടെ. ഏതായാലും നീ വന്ന കാര്യം ചെയ്യാൻ നോക്ക്. ആനന്ദിന്റെ കല്യാണം നടക്കോ ഇല്ലയോ എന്നാണ് പൂവിട്ട് നോക്കേണ്ടത്. തുടങ്ങിക്കോ. ഏയ്, ഇപ്പൊ വേണ്ട. നിന്റെ കൈയുടെ പൊള്ളലൊക്കെ മാറിയിട്ട് ചെയ്താ മതി. അയ്യോ, അത് സാരമില്ല മാഡം, പൂവിട്ട് നോക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, കല്യാണിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. എല്ലാം സാവകാശം മതി. ശരി മാഡം. ദേവി, പൂക്കളെല്ലാം പുറത്തു വീഴണേ. ദേവി, എല്ലാ പൂക്കളും ഇലയ്ക്കുള്ളിൽ തന്നെ വീണേ. കൊള്ളാം, ഇത് കൃത്യമായിട്ട് ഇലയ്ക്കുള്ളിൽ തന്നെ വീണ ആനന്ദിന്റെ ചങ്ക് പൊടിയും. മറിച്ച് കൃത്യമായിട്ട് വീണില്ലെങ്കിലോ അഖിലാണ്ടേശ്വരിയുടെ ചങ്ക് പൊട്ടും. ഏതായാലും കാണാൻ നല്ല രസം തന്നെയായിരിക്കും. നടക്കട്ടെ നടക്കട്ടെ.
അഖിലേ നോക്ക്. ആനന്ദേ, കണ്ടില്ലേ, ഒരു പൂ പോലും ഇലയ്ക്ക് വെളിയിൽ പോയിട്ടില്ല. ഈ കല്യാണം നന്നായിട്ട് നടക്കും. ഇപ്പൊ സന്തോഷായില്ലേ നിനക്ക്? കല്യാണി, നിനക്ക് ലീവ് വേണമെങ്കിൽ ലീവ് എടുത്തോ. കൈ ഉണങ്ങിയിട്ട് വന്നാ മതി. സാരമില്ല മാഡം, ഇതങ്ങ് ഉണങ്ങിക്കോളും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കൃഷ്ണേട്ടാ. ഏയ്, എന്താണ് മച്ചു ഇത്? നീ ഇത്ര ടെൻഷൻ അടിക്കാനും വിഷമിക്കാനും ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഒന്നുമില്ലെന്നേ. ബി കൂൾ, ഓക്കെ? നീ ഒരുമാതിരി ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ സംസാരിക്കല്ലേ. എടാ, നീയല്ലേ പറഞ്ഞത് കല്യാണി പൂവിട്ട് നോക്കുന്നത് ഒരിക്കലും വട്ടം ശരിയായി വരില്ലെന്ന്? അഥവാ അങ്ങനെ സംഭവിച്ചാ അവളുടെ മനസ്സിൽ ഞാനില്ലെന്നാണ് അർത്ഥമെന്ന്. ഇപ്പൊ എന്തായി? പൂവെല്ലാം വിഗ്രഹത്തിന് ചുറ്റുമല്ലേ വീണത്? ഒന്നുപോലും ഇലയ്ക്ക് പുറത്ത് വീണില്ലല്ലോ. അപ്പൊ അതിനർത്ഥം കല്യാണിയുടെ മനസ്സിൽ ഞാനില്ല എന്നല്ലേ? അതായത് അമ്മ ആഗ്രഹിച്ചതുപോലെ മറ്റൊരു പെണ്ണുമായിട്ട് എന്റെ കല്യാണം നടക്കുമെന്ന്. അതല്ലേ ശരി? ആ, അതൊരു ശരിയാണ്. പക്ഷേ അതിൽ മറ്റൊരു ശരി കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? എന്ന് പറഞ്ഞ അമ്മ ആഗ്രഹിക്കുന്നത് നീയും കല്യാണിയുമായുള്ള കല്യാണമാണെങ്കിലോ? എന്താ, അങ്ങനെ ആയിക്കൂടെ? ഈ പൂവട്ടം ശരിയായതിന്റെ അർത്ഥം? ഓൾവേസ് തിങ്ക് പോസിറ്റീവ് മാൻ. കല്യാണി പൂവിട്ട് നോക്കുന്നതുവരെ എന്റെ മനസ്സിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഫുൾ ഓഫ് പോസിറ്റിവിറ്റി. പക്ഷെ അതിനുശേഷം ആ പ്രതീക്ഷയും കൈവിട്ടു. ഇപ്പം വേറെ നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. ശരി, ഒരു കാര്യം ചെയ്യാം. ദേ, ഈ ആൽബത്തിലുള്ള ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യാനല്ലേ നിന്റെ അമ്മ പറഞ്ഞിരിക്കുന്നേ? അതെ, അതിന്
അതിനൊന്നുമില്ല, ഞാനും കൂടി ഒന്ന് നോക്കാൻ വേണ്ടി ചോദിച്ചതാ. മച്ചു, ദേ ഈ പെണ്ണ് നോക്കി, ഐശ്വര്യ റായി പെണ്ണല്ലേ? കല്യാണി പോയാൽ നമുക്ക് ഇവിടെ നോക്കാലോ. ദേ നീ വെറുതെ മച്ചു, ദാ ഇവളും സൂപ്പറാ. നമ്മുടെ കീർത്തി സുരേഷിന്റെ അതേ കെട്ടല്ലേ? സത്യം പറയാല്ല മച്ചു, നിനക്ക് വേണ്ടി നിന്റെ അമ്മ കൊണ്ടുവന്ന ഫോട്ടോസ് ഒന്നും ഒട്ടും മോശമല്ല. ദേ ശബരി, നീ വെറുതെ എന്നെ വയലന്റ് ആക്കാതെ ഇറങ്ങിപ്പോയെ. പോടാ അവിടുന്ന്. ശരി ശരി, ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടും നീ ഈ ആൽബത്തിലൊന്നും നോക്കിയത് പോലും ഇല്ലല്ലോ. കല്യാണിയോട് നിനക്ക് നിന്റെ മനസ്സിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി കല്യാണിയുടെ മനസ്സിൽ നിനക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ? എന്താ നിന്റെ അഭിപ്രായം? അഭിപ്രായം ഒന്നുമില്ല. എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണിയുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാവുന്ന. മച്ചു, അതിനൊരു മാർഗമുണ്ട്. കല്യാണിയെ വിളിച്ച് നമ്മൾ ഈ ആൽബം കല്യാണിയുടെ കൈ കൊടുക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്നും നിനക്ക് യോജിച്ച ഒരു പെൺകുട്ടിയെ കണ്ടെത്തി തരാൻ അവളോട് തന്നെ ആവശ്യപ്പെടുന്നു. കല്യാണി നിന്നെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരു പെണ്ണിന്റെ കൂടെ നിന്റെ കല്യാണം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അവൾ ഈ ആൽബത്തിൽ നിന്നും ഒരു പെണ്ണിന്റെ ഫോട്ടോ സെലക്ട് ചെയ്യാതെ പോകും. സ്വന്തമാക്കാൻ കൊതിക്കുന്ന ഒരു പുരുഷൻ മറ്റൊരാളുടേതാകരുതെന്ന ഏതൊരു ശരാശരി പെണ്ണിന്റെയും സ്വാർത്ഥത. എന്താ, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? നീ പോയി അവളെ ഒന്ന് വിളിച്ചേ. വിളിക്കടാ, കാണട്ടെ. വിളിക്കടാ. നീ എടാ, അതിന് പോയി വിളിക്കൊന്നും വേണ്ട. ഇവിടെ അതിനുള്ള വഴിയൊക്കെ ഉണ്ട്. കല്യാണി ഇപ്പൊ കിച്ചണിൽ തിരിച്ചെത്തിക്കാണ്. ആ കല്യാണി, ഒന്ന് റൂമിലേക്ക് വരുമോ? ഒരു ആവശ്യമുണ്ട്. ശരി. എന്റെ മച്ചു, ഭയങ്കര സ്പീഡിലാണല്ലോ ഇവിടുത്തെ കാര്യങ്ങള്. ഏതിനും നീ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ അറിയാം കല്യാണിയുടെ ഉള്ളിൽ നിന്നോട് പ്രണയം ഉണ്ടോ ഇല്ലയോ എന്ന്. ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് മാത്രം. നിന്റെ കല്യാണിക്കുട്ടി ഇപ്പൊ ഇങ്ങോട്ടൊന്ന് വന്നാ മതി. ഓടാ. വലിയുഞ്ഞ്, ആ കല്യാണി, ശബരി പറയൂ എന്താ കാര്യമെന്ന്. കല്യാണി, ഒന്നുമില്ല. ആന്റി ഈ ആൽബം ഇവന്റെ കൈ കൊടുത്തിട്ട് ഇതിൽ നിന്നൊരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. കല്യാണം കഴിക്കാൻ. ഞങ്ങൾ തിരിച്ചു മറിച്ച് നോക്കിയിട്ടും ആകെ ഒരു കൺഫ്യൂഷൻ. മൊത്തം സുന്ദരികളാ. അതുകൊണ്ടൊരു ഹെൽപ്പിനായിട്ടാ കല്യാണിയെ വിളിച്ചത്. അതെ, കല്യാണി ഈ ഫോട്ടോസ് ഒക്കെ നോക്കിയിട്ട് ഇതിൽ നിന്ന് ആനന്ദിന് ചേരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. കുറെ നാളായിട്ട് ആനന്ദിന്റെ ഇഷ്ടങ്ങളും ടേസ്റ്റുകളും ഒക്കെ അറിയാവുന്ന കല്യാണിക്ക് അത് എളുപ്പം പറ്റും. ഇതാ നോക്ക് പ്ലീസ്.